തരൂരിന്റെ ഒറ്റ വോട്ട് മോദിയെ വിറപ്പിച്ചു കളഞ്ഞു. പല വിഷയങ്ങളിലും ബിജെപിക്കോ മോദിക്കോ അനുകൂലമെന്ന് തോന്നിപ്പിക്കും വിധം അഭിപ്രായം പറയാറുള്ള തരൂർ വനിതാ സംവരണ ബില്ലിൽ എടുത്ത തീരുമാനം അക്ഷരാർത്ഥത്തിൽ ബിജെപിയെ ഞെട്ടിച്ചു കളഞ്ഞു. ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ കേന്ദ്രത്തെ അടിച്ചൊതുക്കുന്ന ഒരു ഉഗ്രൻ പ്രസംഗമായിരുന്നു തരൂർ കാഴ്ചവെച്ചത്. വനിതാ സംവരണത്തിന്റെ പേരിൽ മണ്ഡല പുനർനിർണയം നടത്തുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ലോകസഭയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വോട്ട് ചെയ്തുവെന്ന പ്രതികരണവുമായിട്ടാണ് ശശി തരൂർ എത്തിയത്. ഇത് ശ്രദ്ധേയമായ വിജയമാണെന്നും വനിതാ സംവരണത്തിനെതിരായ വോട്ടല്ല, മറിച്ച് പ്രത്യേക താൽപര്യങ്ങൾക്ക് വേണ്ടി മണ്ഡല പുനർനിർണയം നടത്തുവാനുള്ള നീക്കത്തിനെതിരാണെന്നും ശശി തരൂർ ആഞ്ഞടിക്കുകയായിരുന്നു. ഈ വനിതാ സംവരണം എന്ന പേരിൽ ബിജെപി നടത്താൻ വെച്ച കുബുദ്ധിയെ വളച്ചൊടിച്ച് മുന ഓടിച്ചുകൊണ്ടാണ് ശശി തരൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. ബിജെപി പാളയത്തെ ഞെട്ടിച്ചുകൊണ്ട് ശശി തരൂർ നടത്തിയ ആ രാഷ്ട്രീയ നീക്കം ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത പോരാട്ടമായി മാറിയിരിക്കുകയാണ്. പലപ്പോഴും മോദി സർക്കാരിന്റെ നയങ്ങളെ പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്നു എന്ന ആക്ഷേപം നേരിട്ടിട്ടുള്ള തരൂർ നിർണായകമായി ഈ ഘട്ടത്തിൽ നടത്തിയ ചുവടുമാറ്റം ബിജെപിക്ക് ഇരുട്ടടിയായി. മണ്ഡല പുനർനിർണയം എന്ന ചതിക്കുഴി തിരിച്ചറിഞ്ഞ തരൂർ ലോകസഭയിൽ സിംഹഗർജനം എന്നോണം നടത്തിയ പ്രസംഗം ബിജെപി നേരെ പ്രതിരോധത്തിലേക്ക് എത്തിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്രത്തിന്റെ ഗൂഢതന്ത്രത്തെ അദ്ദേഹം പച്ചയായിട്ട് തുറന്നു കാണിച്ചു. സംവരണ ബില്ലിനെ പിന്തുണയ്ക്കുമ്പോഴും അത് നടപ്പിലാക്കാൻ മണ്ഡല പുനർനിർണയം നിർബന്ധമാക്കണമെന്ന കേന്ദ്രത്തിന്റെ കടുംപിടുത്തത്തെ തരൂർ തന്റെ വോട്ടിലൂടെ തകർത്തെറിഞ്ഞു. ഭരണഘടനാപരമായ ഭേദഗതിക്ക് ആവശ്യമായ 3/2 ഭൂരിപക്ഷം എന്ന കടമ കടക്കാൻ ബിജെപിക്ക് കഴിയാതെ പോയത് പ്രതിപക്ഷത്തിന്റെ ഈ ഐക്യബോധം കാരണമാണ്. കൃത്യം 52 വോട്ടുകളുടെ കുറവായിരുന്നു ബിജെപിക്ക് അനുഭവപ്പെട്ടത്. ആ തോൽവിക്ക് പിന്നിലെ പ്രധാന ബുദ്ധി കേന്ദ്രമായിട്ട് തരൂർ മാറിയപ്പോൾ അതുവരെ അദ്ദേഹത്തെ തങ്ങളുടെ ബി ടീം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ബിജെപി കേന്ദ്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ പേടിച്ച് വിറച്ചുപോയി. ഇതൊരു കേവല വോട്ടല്ല, മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്തസ്സത കാത്തു സൂക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു. വനിതാ സംവരണത്തെയല്ല, മറിച്ച് ആ പേരിൽ നടത്താൻ ശ്രമിച്ച ജനാധിപത്യ വിരുദ്ധമായ പുനർനിർണയത്തെയാണ് താൻ എതിർത്തത് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ബിജെപിയുടെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല എന്ന ശക്തമായ താക്കീതായിരുന്നു ആ ഒറ്റ വോട്ട്. അമിത ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോയ കേന്ദ്ര സർക്കാരിന് ശശി തരൂർ നൽകിയ ഈ 8ന്റെ പണി വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും എന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം താഴെ ചേർക്കുന്നു, കാണാം. Yeah, so it's been a very convincing victory. The BJP fell 52 votes short of the 2/3 they needed to pass the constitutional amendment, and the other 2 bills fell by the wayside. And we are feeling a certain sense of triumph because this is not a vote against women's reservation. It is a vote against delimitation and the mischief that delimitation and the dramatic expansion of parliament would do to our democracy. So we have actually voted to save India's democracy. Then, sir, how do you see now the Home Minister said that now the Congress real face against the women has been come up, and the BJP is bound to say these silly things. The fact of the matter is that we have said, even in our speeches of opposition, we all said we'll vote for women's reservation today if you will delink it from delimitation. It is against their refusal to delink it from delimitation that we have voted.